നിങ്ങൾ കൊടുക്കണതിന് ആർക്കും പറ്റും, കൊടുക്കണതിന് ആർക്കും വേണ്ടി കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ കൊടുക്കുമ്പോൾ സിമ്പതിയായിട്ട് കൊടുക്കരുത്, എമ്പതിയായിട്ട് കൊടുക്കണം. എന്താ കാര്യം? അതാണ് അവിടെ ഈശോ തിരിച്ചു പറയുന്നുണ്ട്. സിമ്പതറ്റിക്കലായിട്ടുള്ള അഭ്യാസം കാണിക്കരുത്. അയ്യോ പാവം കഷ്ടം എന്ന് പറഞ്ഞാണ് സിമ്പതി, മറ്റു പറഞ്ഞല്ല. അത് ഞാനാണെന്ന് കഴിയുമ്പോൾ എമ്പതിയാണ് ആ സംഭവം. അനുകമ്പയേക്കാൾ ഉപരി വലുതാണ് അത്. അനുകമ്പ സിമ്പതിയാണ്. അയ്യോ ഉരുളുപൊട്ടിയല്ല, ആൾക്കാരുടെ വീട് പോയല്ല, കഷ്ടം എന്ന് പറയുന്നതാണ് സിമ്പതി. പക്ഷേ എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനാണ് ഉരുളുപൊട്ടിയിരിക്കണത്, എനിക്ക് എൻ്റെ വീട് പോയത് എന്ന് പറയണമെങ്കിൽ ക്രിസ്തു എന്നിൽ ജീവിക്കണം. ക്രിസ്തു എന്നിൽ ജീവിക്കുമ്പോഴാണ് മറ്റതും ക്രിസ്തു ആണെന്ന് നമുക്ക് തോന്നുന്നത്. അതാണ് ഈശോ പറയണത്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു എന്ന്. എമ്പതിയാണ് അവിടെ. പല ആൾക്കാരും സിമ്പതികളായിട്ടും പലപ്പോഴും വരുന്ന, അതുകൊണ്ട് സിമ്പതികളായിട്ടാണ് ചെയ്യുക. സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, പക്ഷേ സിമ്പതിക്കലായിട്ടാണ് ചെയ്യണത്. സിമ്പതിക്കായിട്ട് ഇതിനെ വർക്കൗട്ട് ചെയ്യത്തില്ല. മറിച്ച് എന്താണ്? എമ്പതറ്റിക്കലായിട്ടാണ് ചെയ്യേണ്ടത്. അത് കർത്താവാണെന്ന് നോക്കി ചെയ്യണം.